ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതേ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട വടക്കുന്നാഥൻ്റെ മുന്നിലാട്ടോ. അപ്പോൾ നമ്മളെന്താ ഇങ്ങോട്ടാണ് പോണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനും ഞങ്ങളെല്ലാവരും കൂട്ടിയിട്ടാണ് പോണത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാട്ടോ പോണത്. ഞങ്ങൾ ക്യാബ് വിളിച്ചിട്ട് ഞാനും ഏട്ടനും അവിടെ എത്തും. അവർ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ട് അവർക്കൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകാണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത്തിരി എത്താൻ വൈകിയത് കൊണ്ട് നമ്മൾ രണ്ടുപേരും ക്യാബ് വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തണം. അപ്പോൾ പൊണ്ണുബാബി നമ്മളെ കണ്ടപ്പോൾ പൊണ്ണു എന്ന് വിളിച്ച ശബ്ദം തന്നെ കേട്ടപ്പോൾ പൊണ്ണുബാബിക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവൻ തുള്ളി നടക്കായിരുന്നു കേട്ടോ. പിന്നെ അവൻ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. ഇപ്പം അച്ഛനെ മതി, എന്നെ വേണ്ടാട്ടോ പൊണ്ണുബാബിക്ക്. എന്നാലും അവനൊരു പ്രത്യേക സ്നേഹം കേട്ടോ നമ്മളോടൊക്കെ, എല്ലാവരോടും, എന്നോടും ഏട്ടനോടും മാത്രമല്ല എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹം കേട്ടോ പൊണ്ണുബാബിക്ക്. ഇപ്പോൾ ഓരോ ദിവസം തോറും വലുതായി വരല്ലേ, അപ്പോൾ അറിവുകളും കൂടാണ്. അപ്പം ഞാൻ നമുക്കിത് പ്രീതി മെറ്റേണിറ്റി വെയർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഡ്രസ്സായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ കംഫർട്ടബിളും അടിപൊളി ഡ്രസ്സാണ്. നമ്മൾ ആ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഇവർ ഓൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പൊണ്ണുബാബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാം കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഏട്ടനെ നൈസായിട്ട് ചവിട്ടാട്ടോ അവിടെ നിന്നിട്ട്. അപ്പോൾ ഏട്ടൻ അവനെ ഇറക്കാൻ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇറക്കിയിട്ട് പിന്നെ അവിടെ തുള്ളലും ചാടലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടുന്ന് നമ്മളെങ്ങോട്ടാണ് പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊണ്ണുബാബിക്ക് ടോയ്സോ കാര്യങ്ങളും ഒന്നും അധികം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഏട്ടൻ പറഞ്ഞു കാറ് മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഓപ്ഷൻ മാറ്റിട്ടോ. പക്ഷെ മേടിച്ചതിലേക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താ സംഭവം, ഇത്തിരി സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ പറയാത്തത് കേട്ടോ. അപ്പോഴാണെങ്കിൽ അത് തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. മേടിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതായിരുന്നു ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ. കാരണം നമുക്കാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഓടിച്ച് നടക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവനും അതും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തിയത് ഒരു പുതിയ സ്ഥലം കേട്ടോ. അമ്മ കണ്ടുപിടിച്ച് തന്നതാണ്. അമ്മ പൊണ്ണുവിന് മുന്നേ എന്തോ ഒരു ഐറ്റം മേടിച്ചിട്ട് അമ്മ മേടിച്ചിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പോൾ എനിക്ക് പേരൊക്കെ ഓർമ്മയില്ല ഷോപ്പിൻ്റെ. ഇത് നമ്മുടെ കോന്നിക്കര ജ്വല്ലേഴ്സിൻ്റെ അടുത്തൊക്കെ ആട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ, അപ്പം ഞാൻ വിചാരിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ ടോയ്സിൻ്റെ സംഭവങ്ങളല്ല. മേലത്തെ ഷെൽഫിലും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മഴയുടെ ശബ്ദമായിട്ടോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് കേൾക്കുന്നുണ്ടാവുക. ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് മഴയുടെ ശബ്ദമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ടോയ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറേ ടോയ്സ് ഉണ്ട്. കണ്ട് ഈ കാസ്, പിന്നെ ജീപ്പ്. അപ്പോൾ ഇതുപോലത്തെ ഒരു റെഡ് ജീപ്പ് മേടിക്കാമെന്നായിരുന്നു വിചാരിച്ച്. പിന്നെ നമ്മൾ പ്ലാൻ മാറ്റിയിട്ടോ. നമ്മൾ അതല്ല മേടിച്ച് പൊണ്ണുബാബിക്കാണെങ്കിൽ അവന് വീട്ടിലുള്ള അതുപോലത്തെ തന്നെ ബൈക്കും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ബൈക്ക് വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആ ഷോപ്പിലുണ്ടായിരുന്നു. ഊഞ്ഞാല് അവിടെ ഇല്ലാത്തതായിട്ട് പ്രത്യേകിച്ചൊന്നും ടോയ്സിൻ്റെ ഐറ്റംസ് ഇല്ല. സൈക്കിൾ, ടെൻറ്റ്, പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ പൂള് പോലത്തെ സംഭവം പൊണ്ണിന് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വേഗം കേടായിട്ടോ. ഇങ്ങനത്തെ പൂൾ ഐറ്റംസും കാര്യങ്ങളും, പിന്നെ റോക്കിംഗ് ചെയർ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇതുപോലെ കാണാം കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഞാനവിടെ കൊടുക്കാം. തൃശ്ശൂർ ആർക്കെങ്കിലും ഇതുപോലൊക്കെ ടോയ്സോ കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് ആമസോണിൽ മേടിക്കുന്ന കാറിനെക്കാട്ടും ഭയങ്കര ഡിഫറൻസ് ഒന്നും പറയാല്ല, എന്നാലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ പ്രൈസിനൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി അവസാനം സെലക്ട് ചെയ്തത് ഏതാന്ന് കാട്ടിത്തരാം കേട്ടോ. പൊണ്ണുബാബിക്കാണെങ്കിൽ ആദ്യമാണെങ്കിൽ കുറച്ച് ഹെസിറ്റേഷൻ ആയിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ടും, ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ. എന്ത് സംഭവങ്ങളും ഇപ്പോൾ കാസൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ബൈക്കൊക്കെ കാണുമ്പോൾ അവന് ആദ്യം കയറാൻ ഭയങ്കര പേടി കേട്ടോ. പിന്നെ അടുത്ത ദിവസം തൊട്ടിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഇത് എവിടെയാ സംഭവം ഓടിച്ചിട്ട് വരലൊക്കെയാണ് നമ്മുടെ പൊണ്ണുബാബിയുടെ ഹോബി കേട്ടോ, സ്ഥിരം. അപ്പോൾ ഈ ബൈക്കാട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ അവൻ ആദ്യം കണ്ടപ്പോൾ പേടി, പിന്നെ കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ റൈഡ് ചെയ്യണ ഇതൊക്കെ, പിന്നെ ഹെൽമെറ്റൊക്കെ അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഏട്ടൻ പൊണ്ണുബാബിക്ക് മേടിച്ചു കൊടുത്തിട്ടുള്ള അടിപൊളി ബൈക്കാണിത്. പിന്നെ വേറെ കുറച്ച് നമ്മൾ പിയാനോ പോലത്തെ അങ്ങനത്തെ ഒരു ഐറ്റം മേടിച്ചു. പിന്നെ ഒരു ഡോഗിനെ മേടിച്ചു. പിന്നെ കാർസ് പിന്നെ അവന് പണ്ടേ ഭയങ്കര ഇഷ്ടമല്ലോ, ഭയങ്കര കമ്പുള്ളൊരു കാര്യമാണ് കാർസ് എന്ന് പറഞ്ഞ ജീവനാട്ടോ പൊണ്ണുബാബിക്ക്. അപ്പോൾ കുറച്ച് കാർസും അതും ഇതൊക്കെ മേടിച്ചു. അപ്പോൾ അങ്ങനെ കേട്ടോ. പിന്നെ വേറെ എന്താ, അവനാണെങ്കിൽ അവിടെ എത്തിയിട്ട് അവൻ ആ കാറ് വേണം, അവന് ഈ കാറ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ ഉള്ള 2-3 ഞാൻ പിന്നെ ഒരു കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ പ്രശ്നം എന്നുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാറിൻ്റെ ആണെങ്കിൽ 4 ഭാഗവും ഓപ്പൺ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഡിക്കി ഓപ്പൺ ആവാൻ പറ്റും. പക്ഷേ അത് കാണാനില്ല കേട്ടോ. അപ്പം എനിക്കത് ഭയങ്കര വിഷമമായി. പിന്നെ മേലെ വന്നിട്ട് ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ.
ടോയ്സാണ്. പല വെറൈറ്റിയിലുള്ള ടോയ്സ് ഉണ്ട്. കാസ്, പെൺപിള്ളേർക്കുള്ള കിച്ചൺ സെറ്റ്, പിന്നെ ഡോൾ ഹൗസ്, വലിയ വലിയ ഡോൾസ്, ബാർബീഡ്. എനിക്കാണെങ്കിൽ പണ്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ചേട്ടൻ ചെന്നൈയിൽ പോയി വന്നപ്പോൾ ഒരു ബാർബി ഡോളിനെ മേടിച്ചു തന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാം. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അത് ഓർമ്മ വന്നു, ബാർബിയുടെ ഡോളിൻ്റെ സംഭവമൊക്കെ. അപ്പോൾ ഈ ഡോൾ സെറ്റും കാര്യങ്ങളൊക്കെ, അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ല, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും എനിക്കിപ്പോൾ ഇത്രയും അച്ഛനെന്താ ഇങ്ങനെ മുഖം പിടിച്ചെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ട, അങ്ങനത്തെ കുറേ ഉണ്ട് വീട്ടിൽ, വേറെ എന്തെങ്കിലും മേടിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള എക്സ്പ്രഷനാട്ടോ അത്. മഴ കൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പുറത്തുള്ള ശബ്ദം അങ്ങനെ വീഡിയോയിൽ ബാധിക്കണില്ല എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവന് ഈ കാറ് വേണമെന്ന് വേണ്ടി ഈ കാറൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ വിറ്റെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ കാർ എവിടെയാണെന്ന് എനിക്കും കൂടി അറിയില്ല കേട്ടോ. കാണാനില്ല ആ കാറൊന്നും. മറ്റേ വൈറ്റ് കാർ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പിയാനോ, ഞാൻ പറഞ്ഞ പോലെ പിയാനോ ഒക്കെ, അതിൻ്റെ ഒപ്പം മൈക്കൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കൊക്കെ പൊണ്ണു ബാബിക്ക് കിട്ടിയപ്പോൾ മൈക്ക് തിന്നാനുള്ള ഇതൊക്കെ ആയിരുന്നു, കളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഓവറോൾ വ്യൂ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പിന്നെ നമ്മളിത് പോയിട്ട് ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പുറത്ത് പോയിട്ട് ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നതായിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പ്ലാനൊക്കെ മാറ്റി, ലേറ്റായി. പിന്നെ ഫുഡ് കഴിക്കാനും ലേറ്റായി. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്ന് നല്ല യമ്മി ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് എപ്പോഴും ഭയങ്കര തട്ടുകടയത്തെ ഫുഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പുള്ളിയിൽ അവിടെ എത്തിയപ്പോൾ വെള്ളം ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അന്ന് രാത്രി തന്നെ അപ്പം തന്നെ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നില്ല വീട്ടിലെത്തിയപ്പോൾ പൊണ്ണു ബാബി റൈഡർ പൊണ്ണുമായിട്ട് ബാക്കിക്ക് റിവേഴ്സ് എടുക്കും, അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും എടുക്കാനൊക്കെ പറ്റും കേട്ടോ. പൊണ്ണു ബാബി ഭയങ്കര റൈഡർ പൊണ്ണാപ്പിയായിട്ടായിരുന്നു പൊണ്ണു ബാബിയുടെ നടത്തും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും പുള്ളിയിലേക്ക് പോയി. പുള്ളിയിൽ രാത്രി പോയതുകൊണ്ട് നമുക്ക് വരിക കാണാൻ പറ്റാത്തതുകൊണ്ട് രാവിലെ ഒരു ഉച്ചയൊക്കെ തിരിഞ്ഞ് പോയപ്പോൾ പൊണ്ണു ബാബി ആണെങ്കിൽ വെള്ളത്തിൽ ചാടി തിമിർക്കലും കളിക്കലും, അവന് എന്താ ഒരു സന്തോഷം എന്നറിയോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ പൊണ്ണു ബാബി വെള്ളത്തിലൊക്കെ കളിച്ച്. പിന്നെ അച്ചാച്ചനും അമ്മാമ്മയും ഏട്ടനാണെങ്കിൽ അവിടെ മീൻ പിടിക്കാനും നിൽക്കണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ കുട്ടി വ്ളോഗ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കുട്ടി പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുപോലത്തെ റിലേറ്റഡ് ആയിട്ട്